നിങ്ങൾ വീട്ടിൽ പണം സൂക്ഷിക്കുന്ന ഒരാളാണോ? അല്ലെങ്കിൽ നിങ്ങളുടെ കിടക്കയുടെ അടിയിൽ വലിയ തുക സൂക്ഷിച്ചു വയ്ക്കുന്നത് സുരക്ഷിതമാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? നിങ്ങൾ അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ ഈ വീഡിയോ ശ്രദ്ധിച്ചു കാണേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. അടുത്തിടെ വാർത്താ ചാനലുകളിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് പല രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. ഇതുപോലെ പല സംശയങ്ങളും പലർക്കും തോന്നിയിട്ടുണ്ട്. പലരും ചിന്തിക്കുന്നത് പണം വീട്ടിൽ സൂക്ഷിക്കുന്നത് നിയമവിരുദ്ധം എന്നാണ്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായി കണ്ടാൽ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു നിയമം, അതിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്, എങ്ങനെയാണ് നമ്മൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ സ്വീകരിക്കേണ്ടത് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ നിങ്ങളുടെ കരിഷ്മ. എല്ലാവർക്കും ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഇതുപോലുള്ള നിരവധി ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഈ ഒരു ചാനലിലൂടെ കാണാൻ സാധിക്കും. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പ്രധാനമായും ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോയിന്റ്സ് ആണ് ഇതൊക്കെ. രണ്ടാമതായി നമ്മൾ നോക്കാൻ പോകുന്ന കാര്യമാണ് വെദർ ഇറ്റ് ഈസ് ന്യൂ ഓർ ഓൾഡ്. ഈ ഒരു നിയമം പുതിയതാണോ അതോ പഴയതാണോ? മൂന്നാമതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഹൂ ഇംപ്ലിമെന്റ് ഇറ്റ്. ആരാണ് ഈ ഒരു നിയമം കൊണ്ടുവന്നത്? അടുത്ത പോയിന്റ് ആണ് ഹൂ ഈസ് അറ്റ് റിസ്ക്. ആരൊക്കെയാണ് ഈ ഒരു നിയമം പ്രാവർത്തികമാകുന്നതിലൂടെ റിസ്കിലാകുന്നത്? ആർക്കൊക്കെയാണ് പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് എന്ന കാര്യവും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അടുത്തൊരു പോയിന്റ് ആണ് വാട്ട് ഈസ് സേഫ് ആൻഡ് വാട്ട് ഈസ് ഡേഞ്ചറസ്. എന്താണ് സേഫ് ആയിട്ടുള്ള കാര്യം, എന്താണ് ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യം? അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോയിന്റ് ആണ് വാട്ട് യു ഷുഡ് ഡു റൈറ്റ് നൗ ടു പ്രൊട്ടക്ട് യുവർ സെൽഫ്. നമ്മളുടെ പണം സംരക്ഷിക്കാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പ്രധാനമായും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും വളരെ കൃത്യമായി വിശകലനം ചെയ്യാം. ഇതിൽ നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം 84 പിഴ എന്ന പേരിൽ ഒറ്റ നിയമവും വന്നിട്ടില്ല. നിങ്ങളുടെ കയ്യിൽ അൺഎക്സ്പ്ലെയിൻഡ് ഇൻകം, അതായത് കണക്കിൽപ്പെടാത്ത പണം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഈ ഒരു പിഴ നിങ്ങൾക്ക് നൽകേണ്ടി വരും. അതെന്താണെന്നും ഞാൻ നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കി തരാം. നിലവിലുള്ള ആദായ നികുതി വ്യവസ്ഥകൾ ഒരുമിച്ച് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിൽ നിന്നാണ് ഈ കണക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സംശയമുണ്ടാകും ഏത് നിയമമാണ് ബാധകമാകുന്നത്. അതാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. സെക്ഷൻ 68, സെക്ഷൻ 69A, സെക്ഷൻ 69B എന്നീ നിയമങ്ങളാണ് ഇവിടെ ബാധകമാകുന്നത്. അപ്പോൾ നമുക്ക് ഇവ ഓരോന്നും നമുക്ക് വളരെ വ്യക്തമായി വിശകലനം ചെയ്യാം. പ്രത്യേകിച്ചും ഈ ഓരോ വകുപ്പുകൾ പ്രകാരമാണ് ഈ ഒരു പിഴ ചുമത്തുന്നത്. നമുക്കിനി ഈ ഓരോ സെക്ഷൻസും എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സെക്ഷൻ 68 പ്രധാനമായി പറയുന്നത് നിങ്ങളുടെ കയ്യിൽ അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള മണി ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആ ഒരു പണം എവിടെ നിന്നാണോ വന്നത് അല്ലെങ്കിൽ ആരാണ് നിങ്ങൾക്ക് നൽകിയത് എന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു പ്രൂഫ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പണത്തിന് പിഴ നൽകേണ്ടി വരും. അടുത്തത് സെക്ഷൻ 69A. ഇതിലും അത് തന്നെയാണ്. നിങ്ങളുടെ കയ്യിൽ അൺഎക്സ്പ്ലെയിൻഡ് മണി ഉണ്ടെങ്കിൽ അത് റെയ്ഡിലോ അല്ലെങ്കിൽ പരിശോധനയിലോ കണ്ടെത്തുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പണത്തിന് നിങ്ങൾ പിഴ നൽകേണ്ടി വരും. മൂന്നാമത്തേത് സെക്ഷൻ 69B. അതായത് നിങ്ങളുടെ പക്കൽ പൂർണ്ണമായി വെളിപ്പെടുത്താനാകാത്ത തുകയുണ്ടെങ്കിൽ ആ ഒരു തുകയ്ക്കും നിങ്ങൾ പിഴ നൽകേണ്ടി വരും. ഒരു റെയ്ഡിലോ അല്ലെങ്കിൽ സർവേയിലോ നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു തുക ആദായ നികുതി വകുപ്പ് കണ്ടെത്തുകയും ആ ഒരു തുകയ്ക്ക് നിങ്ങൾക്ക് കൃത്യമായ എക്സ്പ്ലനേഷൻ നൽകാനില്ലെങ്കിൽ, ആ ഒരു തുക എവിടെ നിന്നാണ് നിങ്ങളുടെ കയ്യിൽ ലഭിച്ചത് എന്നൊരു എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എത്ര രൂപയാണ് ഉള്ളത് ആ ഒരു തുകയ്ക്ക് പിഴ നൽകേണ്ടി വരും. നിങ്ങളുടെ കയ്യിൽ ആ ഒരു തുക എങ്ങനെയാണ് ലഭിച്ചത്, എങ്ങനെയാണ് സമ്പാദിച്ചത്, ആ ഒരു തുകയ്ക്ക് നിങ്ങൾ ടാക്സ് നൽകിയിട്ടുണ്ടോ എന്നിങ്ങനെയുള്ള പരിശോധനയിൽ നിങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ തുകയിൽ നിന്ന് 84% പിഴയായി നൽകേണ്ടി വരുന്നത്. ഇനി നമുക്ക് ആ ഒരു 84% പിഴ അത് എങ്ങനെയൊക്കെയാണ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. ബേസ് ടാക്സായി നമ്മൾ അപ്രോക്സിമേറ്റ് 60% നൽകേണ്ടതുണ്ട്. സർചാർജായി നമ്മൾ നൽകേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്സായി നൽകേണ്ടതുണ്ട്. അഡീഷണൽ പെനാൽറ്റി നൽകേണ്ടതുണ്ട്. അങ്ങനെ ടോട്ടൽ അപ്രോക്സിമേറ്റ് നമ്മൾ 78% നൽകേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും, ഈ ഒരു 84% എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അത് പ്രധാനമായും ചുമത്തുന്നത് അധിക പിഴയിൽ നിന്നാണ്. അതായത് വകുപ്പ് 271AAC പ്രകാരമാണ് ഈ ഒരു പിഴ ചുമത്തുന്നത്. നിങ്ങൾക്കിപ്പോൾ പല തരത്തിലുള്ള കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാകാം. എങ്ങനെയാണ് ഈ ഒരു പണം പിടിക്കുന്നത്, എങ്ങനെയാണ് പിഴ നൽകേണ്ടത് എന്നിങ്ങനെയുള്ള പല കൺഫ്യൂഷനും ഉണ്ടായിട്ടുണ്ടാകാം. ഞാൻ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയ ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞു തരാം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു 10 ലക്ഷം രൂപയാണ് കണ്ടെത്തിയതെന്ന് കരുതുക.
നിങ്ങളിപ്പോൾ ടാക്സോ അല്ലെങ്കിൽ എവിടെ നിന്നാണ് ലഭിച്ചത് എന്നൊന്നും അറിയാതെ നിങ്ങൾ നിങ്ങളുടെ കിടക്കേൻ്റെ അടിയിൽ ഒരു 10 ലക്ഷം രൂപയാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്ന് കരുതുക. അപ്പോൾ ആ ഒരു 10 ലക്ഷത്തിൽ നിന്ന് നിങ്ങളുടെ കയ്യിൽ നിന്ന് അത് ഇൻകം ടാക്സ് പിടിച്ചെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പിഴയായി ചുമത്തുന്നത്, അതായത് ആ ഒരു 10 ലക്ഷത്തിൽ നിന്ന് നിങ്ങൾക്ക് നഷ്ടമാകുന്നത് 8,40,000 രൂപയാണ്. ഇപ്പോഴാണ് ഈ ഒരു പിഴയുടെ കാഠിന്യം എത്രയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. അതായത് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ മുഴുവനായി സമ്പാദിച്ചു വെച്ച ആ ഒരു 10 ലക്ഷത്തിൽ നിന്ന് 8,40,000 രൂപയാണ് പിഴയായി പോകുന്നത്. ബാക്കി നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകുന്നത് വെറും 1,60,000 രൂപ മാത്രമാണ്. ആ ഒരു തുക മാത്രമാണ് നിങ്ങളുടെ കയ്യിൽ ബാലൻസ് ആയി ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ വീട്ടിൽ പണം സൂക്ഷിച്ചു വയ്ക്കുന്നു എന്നതൊരു തെറ്റല്ല. പക്ഷേ നിങ്ങളുടെ കയ്യിലുള്ള പണം എവിടെ നിന്ന് ലഭിക്കുന്നു, നിങ്ങൾ അതിന് കൃത്യമായി ടാക്സ് നൽകുന്നുണ്ടോ, അതിന്റെ സോഴ്സ് എവിടെയാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായി അറിയാമെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ പണം സൂക്ഷിക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല. ഇത്തരത്തിൽ നിങ്ങൾ ടാക്സ് നൽകാതെ എവിടെ നിന്നാണ് ഈ പണം ലഭിച്ചു എന്നതിനുള്ള കൃത്യമായ തെളിവില്ലാതെ ഇത്തരത്തിൽ വലിയ തുക നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, നിങ്ങൾ വലിയ വില നൽകേണ്ടി വരും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, എങ്ങനെയായിരിക്കും എൻ്റെ കയ്യിൽ ഈ ഒരു തുക ഉണ്ടെന്ന് അധികൃതർ കണ്ടെത്തുന്നത്? അതിനുള്ള ഉത്തരവും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. മികച്ച ഡേറ്റ വിശകലന സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ എത്ര രൂപയാണോ ബാങ്കിൽ നിന്ന് പിൻവലിക്കുന്നത്, അതുപോലെ തന്നെ എത്ര രൂപയാണ് നിക്ഷേപിക്കുന്നത് എന്നിങ്ങനെയുള്ള കണക്കുകൾ കൃത്യമായി ട്രാക്ക് ചെയ്യപ്പെടുന്നു. നിങ്ങൾക്ക് എത്ര വരുമാനമാണോ ഉള്ളത് അതിൽ നിന്നും അധികമായി നിങ്ങൾ ട്രാൻസ്ഫറും ട്രാൻസാക്ഷനും നടത്തുന്നുണ്ടെങ്കിൽ അതും ഇവിടെ നോട്ട് ചെയ്യപ്പെടും. അതുപോലെ തന്നെ വലിയ തുകകൾ പിൻവലിക്കുക, വലിയ തുകകൾ നിക്ഷേപിക്കുക, സംശയാസ്പദപരമായ പണക്കൈമാറ്റം എന്നിവയൊക്കെ നിങ്ങളുടെ വീട്ടിൽ റെയ്ഡ് വരാനുള്ള ഒരു വലിയ കാരണമായി അല്ലെങ്കിൽ ഇൻകം ടാക്സിന് ഒരു പ്രൂഫായി അത് എടുക്കാൻ സാധിക്കും. അത്തരത്തിൽ ഇടപാടുകൾ കണ്ടെത്തുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ റെയ്ഡ് വരികയും നിങ്ങളുടെ പക്കൽ ഇത്തരത്തിൽ വലിയ തുകകൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് സോഴ്സ് ഒന്നും തന്നെ ഇല്ലെങ്കിൽ നിങ്ങൾ വലിയ രീതിയിലുള്ള പിഴ നൽകേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം, എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള മാധ്യമ ശ്രദ്ധ ഈ ഒരു ടോപ്പിക് നേടുന്നതെന്ന്. അതിനുള്ള കാരണവും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നികുതി റെയ്ഡുകളും നോട്ടീസുകളും വർദ്ധിക്കുന്നു. ഇത് ഒരു പ്രധാന കാരണമാണ്. അതുപോലെ തന്നെ സർക്കാർ നിയമങ്ങൾ പാലിക്കുന്നതിൽ ഊന്നൽ നൽകുന്നു. ഇനി നമുക്ക് ഈ ഒരു നിയമം വരുന്നത് മൂലം ആർക്കൊക്കെയാണ് പ്രശ്നം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അപകട സാധ്യത ആർക്കൊക്കെയാണെന്ന് നോക്കാം. നിങ്ങളോ നിങ്ങളുടെ പരിചയത്തിലുള്ള ആരെങ്കിലുമോ ഇത്തരത്തിൽ വലിയ തുക സൂക്ഷിക്കുകയും ആ ഒരു പണത്തിന്റെ സോഴ്സ് എവിടെയാണെന്ന് അറിയുന്നില്ല, അതുപോലെ തന്നെ കൃത്യമായി ഇൻകം ടാക്സ് നൽകുന്നില്ലെങ്കിൽ അവർക്ക് ഇതൊരു അപകട സാധ്യതയാണ്. നിങ്ങൾ കൃത്യമായി ഇൻകം ടാക്സ് നൽകി സൂക്ഷിക്കുക, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇൻകം ടാക്സ് റെയ്ഡ് വരികയാണെങ്കിൽ നിങ്ങളുടെ പണത്തിൽ നിന്ന് ഒരു വലിയ തുക പിഴയായി നൽകേണ്ടി വരും. അതുപോലെ തന്നെ ചെറുകിട ബിസിനസ് ഉടമകൾ, വ്യാപാരികൾ, ഫ്രീലാൻസർമാരും അതുപോലെ തന്നെ സ്വയം തൊഴിൽ ചെയ്യുന്നവരും, അതുപോലെ തന്നെ പണമായി സമ്മാനങ്ങളും കടങ്ങളും വാങ്ങുന്നവർ, അതുപോലെ തന്നെ വസ്തുക്കളും ഉയർന്ന മൂല്യങ്ങളുള്ള ഇടപാടുകൾ നടത്തുന്നവരും, ഇത്തരത്തിലുള്ളവരൊക്കെ അപകട മേഖലകളിലാണ്. കാരണം എവിടെ നിന്നാണ് പണം വരുന്നത്, നിങ്ങൾ കുറെ പണം പല വഴിയിൽ നിന്നും സേവ് ചെയ്തിട്ടുണ്ടാകും. ആ പണത്തിനൊക്കെ കൃത്യമായ പ്രൂഫ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള പണത്തിന്റെ ഒരു 84% നഷ്ടമാകാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ആരംഭിച്ചത്. നിങ്ങളുടെ കയ്യിൽ അനധികൃതമായി പണം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ വലിയ തുക സൂക്ഷിച്ചു വെക്കുകയോ അല്ലെങ്കിൽ ആ ഒരു തുകയ്ക്ക് ടാക്സ് നൽകാതെ നിങ്ങൾ സൂക്ഷിച്ചു വെക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ആപത്താണ് നിങ്ങളെ തേടി വരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ടപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലോയിനെ കുറിച്ച് വളരെ വ്യക്തമായി മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പറയാവുന്നതാണ്. ആ ഒരു സംശയങ്ങളെല്ലാം നമുക്ക് ക്ലിയർ ചെയ്യാം. ഇനിയും ഏതെങ്കിലും ഒരു പുതിയ കാര്യത്തിനെ കുറിച്ച് പഠിക്കണമുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക്കും മെൻഷൻ ചെയ്യാവുന്നതാണ്. നമുക്ക് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചും വീഡിയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. Bosswala. Be the boss.